എല്ലാവർക്കും നമസ്കാരം. ജെറാനസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ബദാം മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബദാം മിൽക്കാണ്. ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് ബദാം മിൽക്ക്. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ബദാം മിൽക്ക് നമ്മൾ ഇതിനകത്ത് സാഫ്രൺ ഒന്നും ഇടുന്നില്ല, വെറുതെ പാലിൻ്റെ കൂടെ ഇട്ട് കാച്ചി കുടിക്കുക. അങ്ങനത്തെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ബദാം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം തൊലിയെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരല്പം വെള്ളമേ ഒഴിക്കാവൂ. അതിൽ അല്ലെങ്കിൽ അത് വെള്ളം അരയത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് എത്ര തിക്നെസ് ആണോ പാലിന് വേണ്ടത്, ബദാം മിൽക്കിന് വേണ്ടത്, അത്രയും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് പാലിന് വേണ്ടിയിട്ടുള്ളതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 1/4 കപ്പ് ബദാം പേസ്റ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് അടുത്ത ദിവസം ഉപയോഗിക്കാം. ഞാൻ പാല് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാല്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പാല് കാച്ചാനായിട്ട് വെക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പേസ്റ്റ്, ബദാം പേസ്റ്റ്, മാറ്റി വെച്ചിരിക്കുന്ന ബദാം പേസ്റ്റും കൂടെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാല് തിളയ്ക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സിം ഫ്ലെയിമിലിട്ട് കാച്ചിയാൽ മതി പാല്. അപ്പോൾ ബദാം നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ അതിനുവേണ്ടി സിം ഫ്ലെയിമിലിട്ട് കാച്ചിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ജെറാനാസ് കിച്ചൺ എന്ന് പറഞ്ഞ FB പേജും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കെല്ലാം അറിയാം, ബദാം എന്ന് പറയുന്നത് വളരെയധികം മിനറൽസും വൈറ്റമിൻസും ഡയറ്ററി ഫൈബറും ഒക്കെ ഉള്ളൊരു ഫുഡാണ്. ഡെയിലി ഡയറ്റിൽ ബദാം മിൽക്ക് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറത്തുനിന്ന് മേടിക്കുന്ന ബദാം പൊടിയും പൗഡർ കിട്ടും. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ബദാം കുതിർത്തയച്ച് കുറച്ച് ഫ്രീസറിൽ വെച്ചിരുന്നാൽ നമുക്ക് 2 ദിവസമൊക്കെ ഉപയോഗിക്കാം. കൂടിപ്പോയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, അത് ഫ്രീസറിൽ ഇരുന്നോളും. നല്ല ഐസ് ക്യൂബായിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. See you again in the next video. Bye bye.